الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ثم أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوة المؤمنون أوصيكم بتقوى الله أعوذ بالله من الشيطان الرجيم إن الله عنده علم الساعة وينزل الغيث ويعلم ما في الأرحام وما تدري نفس ماذا تكسب غدا وما تدري نفس بأي أرض تموت إن الله عليم خبير. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, മുത്തഖീങ്ങളായി തഖ്വയുള്ളവരായി ജീവിക്കണം എന്ന് വസിയ്യത്ത് ചെയ്തു. അല്ലാഹു തആല 5 കാര്യങ്ങൾ, 5 ഇൽമുകൾ, അറിവുകൾ സ്വന്തമാക്കി വെച്ചിട്ടുണ്ട്. ലോകത്താർക്കും തന്നെ അതറിയാനും തിരിച്ചറിയാനും കഴിയില്ല എന്നതാണ്. അത് പറയുന്ന ആയത്താണ് ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിച്ചത്. സൂറത്ത് ലുഖ്മാനിലെ അവസാനത്തെ ഭാഗം. അല്ലാഹു തആല പറയാണ്, ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാ, ഖിയാമത്ത് നാൾ എപ്പോൾ സംഭവിക്കും എന്നത് അല്ലാഹു സ്വന്തമാക്കി വെച്ച അറിവാണ്. ഖിയാമത്ത് നാൾ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ മരണം, ലോകത്തിന്റെ നാശം, അത് അല്ലാഹുവിനെ അറിയും. രണ്ടാമത് പറഞ്ഞത് വയുനസ്സിലുൽ ഗൈസ്, മഴ പെയ്യിപ്പിക്കുന്ന വിഷയം. എപ്പോൾ മഴ പെയ്യും, എത്ര പെയ്യും, എങ്ങനെ പെയ്യും തുടങ്ങിയ വിശദീകരണങ്ങളൊക്കെ. വയഅലമു മാ ഫിൽ അർഹാം, ഗർഭസ്ഥ ശിശുവിന്റെ അവസ്ഥകൾ, അവൻ എത്ര കാലം ജീവിക്കും, ദുനിയാവിൽ വന്നിട്ട് വല്ല കാര്യമുണ്ടോ, ഉപകാരമുണ്ടോ, ഉപദ്രവമുണ്ടോ, നേതാവാകുവോ, സാമൂഹ്യ ദ്രോഹിയാകുവോ, അങ്ങനെ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിനെ അറിയുക. പിന്നെ നമുക്കറിയാവുന്ന 2 കാര്യങ്ങൾ, ഒരു മനുഷ്യൻ നാളെ എന്ത് ചെയ്യും എന്ന്, ഭാവി എന്താകും എന്ന കാര്യം അള്ളാഹുവിനെ സ്വന്തം അറിയുള്ളൂ. പിന്നെ എവിടെ വെച്ച് ഒരു മനുഷ്യൻ മരിക്കും എന്നതും അള്ളാഹുവിനെ അറിയുള്ളൂ. അതിൽ അള്ളാഹു പറഞ്ഞ 2ാമത്തെ കാര്യമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. യുനസ്സിലുൽ ഗൈസ്, മഴ പെയ്യിപ്പിക്കുന്ന വിഷയം. അതിന്റെ കൃത്യമായ കാര്യങ്ങളൊക്കെ അള്ളാഹുവിനെ അറിയാം. ഒമാ നുനസ്സിലുഹു ഇല്ലാ ബിഖദ്രിൻ മഅലൂം, അല്ലാഹു തആല മഴയെക്കുറിച്ച് ഖുർആനിൽ ധാരാളം സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. വെള്ളത്തെക്കുറിച്ചും മഴയെക്കുറിച്ചും നിശ്ചിത അളവിലാണ് മഴ അള്ളാഹു പെയ്യിപ്പിക്കുന്നത്. നമ്മൾ പലപ്പോഴും പത്രമെടുത്താൽ, മഴക്കാലത്ത് പത്രമെടുത്താൽ മഴയുടെ ദൂഷ്യവശങ്ങളും മഴക്കെടുതികളുമൊക്കെയാണ് സാധാരണ നിലക്ക് നമ്മൾ വായിക്കാറുള്ളത്. കാലാവസ്ഥാ നിരീക്ഷകര് ലക്ഷണങ്ങളൊക്കെ കണ്ട് അവർ പറയും മഴ പെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെ അവര് ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട്. യെല്ലോ അലർട്ടുകൾ, റെഡ് അലർട്ടുകളൊക്കെ പ്രഖ്യാപിക്കും. കലക്ടർ അവധി പ്രഖ്യാപിക്കും. കലക്ടർ അവധി പ്രഖ്യാപിച്ചാലും ചിലപ്പോൾ അന്ന് മഴ പെയ്തോളണമെന്നൊന്നുമില്ല. തലേനാളത്തെ മഴയും വെള്ളമൊക്കെ ഉണ്ടാവുമെന്ന് മാത്രം, ഉറപ്പ് പറയാൻ കഴിയില്ല.
യഥാർത്ഥത്തിൽ അല്ലാഹു തആല സ്വന്തമാക്കി വെച്ച ഒരു ഇൽമാണ് എപ്പോൾ മഴ പെയ്യും, എത്ര പെയ്യും, അതുകൊണ്ട് എന്തൊക്കെ സംഭവിക്കും എന്ന കാര്യം. പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോ മഴ വലിയ കെടുതികൾ ഉണ്ടാക്കും, അത് ശരിയാണ്. അതിന്റെ ഏറ്റവും വലിയ തെളിവ് നൂഹ് നബി അലൈഹിസ്സലാമിന്റെ പ്രബോധന കാലഘട്ടത്തിൽ സംഭവിച്ചിട്ടുണ്ട്. 1000-ഓളം വർഷം പ്രബോധനം ചെയ്തിട്ടും ഒരു നാട്ടിലെ മനുഷ്യരൊക്കെ മോശമായി. സ്വന്തം മകൻ പോലും വാപ്പാക്കെതിരായി. ഒരു രക്ഷയുമില്ലാതെ വന്നപ്പോ നൂഹ് നബി അലൈഹിസ്സലാം എല്ലായിടത്തും, തൗറാത്തിലും ഇഞ്ചീലിലും ഖുർആനിലും ഒക്കെ പറയുന്ന ഒരു വിഷയമാണ് നോഹയുടെ കാലത്ത് പ്രളയം എന്ന് പറയുന്നത്. ഒരു രക്ഷയുമില്ലാത്ത സമയത്ത് അള്ളാഹു പറയുന്നുണ്ട്, ഫദആ റബ്ബഹു അന്നീ മഗ്ലൂബുൻ ഫന്തസിർ. ദആ റബ്ബഹു, നൂഹ് നബി റബ്ബിനോട് ദുആ ചെയ്തു. അന്നീ മഗ്ലൂബുൻ, ഞാൻ അതിജയിക്കപ്പെട്ടു, ഞാൻ പരാജിതനായി, അതുകൊണ്ട് ഫന്തസിർ, എന്നെ സഹായിക്കണം എന്ന് നൂഹ് നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു എന്നാണ്. ഒരൊറ്റ പ്രാർത്ഥന, ചെറിയൊരു പ്രാർത്ഥന. അതുകൊണ്ട് അല്ലാഹു തആല എന്ത് ചെയ്തു എന്ന് ഖുർആൻ പറയുന്നുണ്ട്, ഫഫതഹ്നാ അബ്വാബസ് സമാഇ ബിമാഇൻ മുൻഹമിർ. നല്ല കുത്തിച്ചൊരിയുന്ന മഴ കൊണ്ട് ആകാശത്തിന്റെ വാതിലുകളൊക്കെ ഞാൻ തുറന്നു കൊടുത്തു എന്നാണ്. പെരും മഴ, പേമാരി. വഫജ്ജർനൽ അർള ഉയൂന, ഭൂമിയിൽ നിന്ന് ഉറവ് പൊട്ടിയെന്നുള്ളത് 2 രൂപത്തിലാണ്. മേലെന്ന് വെള്ളം ഇങ്ങനെ പെയ്യ, തകർത്ത് പെയ്യ. അങ്ങനെയാണല്ലോ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത്. വെള്ളപ്പൊക്കം ഇനി കൂടുതൽ വളരേണ്ട ആവശ്യമില്ല. നമ്മൾ 2-3 വട്ടം കണ്ടത്. ആഗസ്റ്റ് വരുമ്പോ പേടിയാ നമുക്കൊക്കെ, എന്ത് സംഭവിക്കുന്നറിയില്ല. വഫജ്ജർനൽ അർള ഉയൂന ഫൽതഖൽ മാഉ അലാ അംരിൻ ഖദ് ഖുദിർ. എല്ലായിടത്തുനിന്നും കൂടി, ഭൂമിയിൽ നിന്ന് ഉറവ്, ആകാശത്തു നിന്ന് പേമാരി, അങ്ങനെ വെള്ളം പലയിടത്തും ഇങ്ങനെ അങ്ങോട്ട് കുന്നുകൂടി വന്നു. ആ സമയത്ത് ഫഹമൽനാഹു അലാ ദാതി അൽവാഹിം വദുസുർ, ആണികളും പലകകളുമുള്ള ഒരു യന്ത്രത്തിൽ, ഒരു വാഹനത്തിൽ നൂഹ് നബി അലൈഹിസ്സലാമിനെ ഞാൻ ചുമന്നു കൊണ്ടുപോയി. അദ്ദേഹത്തിന്റെ കപ്പലാണ് ഉദ്ദേശിക്കുന്നത്. ആണികളും പലകകളുമുള്ള ഇരുമ്പിന്റെ ഷീറ്റ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു പ്രത്യേക കപ്പലിൽ രക്ഷപ്പെടുത്തിയെന്നാണ്. തജ്രീബി അയുനിന ജസാഅൻ ലിമൻ കാന കുഫിർ. അത് എന്റെ സംരക്ഷണത്തിലാണ് ആ കപ്പല് അവരെ രക്ഷപ്പെടുത്തിയത്. നന്ദികേട് കാണിക്കുന്നവർക്ക് ഒരു മാതൃകയായിട്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് ഖുർആൻ പറയുന്നത്. അപ്പൊ മഴ, യഥാർത്ഥത്തിൽ മഴ ഒരു അനുഗ്രഹമാണ്. അല്ലാഹു തആല ഭൂമിയിൽ നിന്ന് ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. കൃഷി, വെള്ളം, അതുപോലെ തന്നെ ഉറവ്, പഴങ്ങള്, കായ്ക്കനികള്, എല്ലാറ്റിനും വെള്ളം ആവശ്യക്ക് ഭൂമിയിൽ നിന്ന് അല്ലാഹു തആല നൽകുന്ന അനുഗ്രഹം. അതിനൊക്കെ പ്രധാന കാരണം ആകാശത്ത് നിന്ന് അല്ലാഹു നൽകുന്ന വെള്ളം എന്ന് പറയുന്ന അനുഗ്രഹം വലിയ അനുഗ്രഹമാണ്. അതുകൊണ്ട് നമുക്ക് വൃത്തിയാക്കാം. ആലോചിച്ച് നോക്കൂ, വെള്ളം ഇല്ലാത്ത ഒരവസ്ഥകൾ ആലോചിച്ച് നോക്കൂ. നമുക്ക് വൃത്തിയാക്കാം, കുളിക്കാം, വീട് വൃത്തിയാക്കാം, കാലികളെ കഴുകാം, ഭക്ഷണം പാകം ചെയ്യാം, ദാഹിക്കുന്നതിന് കുടിക്കാം. വെള്ളം എന്ന് പറയുന്നത് വല്ലാത്തൊരു അത്ഭുതമാണ്. അതില്ലെങ്കിൽ ഉള്ളൊരവസ്ഥ അതൊരു ദുര്യോഗമാണ്. വെള്ളമില്ലാത്ത അവസ്ഥ പല നാടുകളും അങ്ങനെ കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ അല്ലാഹു തആല ഒരു വലിയ അനുഗ്രഹം. ഈ അനുഗ്രഹം തന്നെ പലപ്പോഴും ഒരു ശിക്ഷയായിട്ട് മാറിയത് ഖുർആൻ പറയുന്നുണ്ട്. ആ ഒരു പ്രളയത്തെ അല്ലാഹു തആല വിശേഷിപ്പിച്ചിട്ടുണ്ട് ഖുർആനിൽ. അവര് ഇങ്ങനെ പറയാം, വലിയ മൗജിങ്കൽ ജിബാൽ, ഖുർആൻ അങ്ങനെ പ്രയോഗിച്ചു. വഹിയ തജ്രീബിഹിം, ആ കപ്പലിന്റെ യാത്രയെ അല്ലാഹു പറയാം. വഹിയ തജ്രീബിഹിം, ആ കപ്പല്
ഈ മനുഷ്യരെ കൊണ്ട് ഇങ്ങനെ സഞ്ചരിക്കാൻ. ഫീ മൗജിൻ കൽ ജിബാൽ, പർവ്വത സമാനമായിട്ടുള്ള തിരമാലകളിലൂടെ. ഇതൊക്കെ പണ്ട് പറയുമ്പോ സഹാബികൾക്കൊന്നും ഇങ്ങനെ മനസ്സിലായിട്ടുണ്ടാവില്ല. സുനാമി തിരമാലകൾ, സുനാമി തിരമാലകള് ഇന്തോനേഷ്യയില് ഒക്കെ ഉണ്ടായപ്പോ ആ തിരമാലകളുടെ ഉയരം എത്രയായിരുന്നു? നമ്മളൊക്കെ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടാവും. മൗജിൻ കൽ ജിബാൽ, വലിയ തിരമാലകൾ, അതിലിങ്ങനെ കപ്പല് സഞ്ചരിച്ചു കൊണ്ടിരിക്കുക. അതിന്റെയൊക്കെ മുകളിലൂടെ ഒരു രക്ഷപ്പെടാനുള്ള ഒരു വാഹനം ഉണ്ടെങ്കിൽ അതൊന്ന് ആലോചിച്ച് നോക്കൂ. ആ സമയത്ത് നൂഹിന്റെ മകൻ അതിൽ കയറുന്നില്ല. ഫനാദാ നൂഹുൻ ഇബ്നഹു യാ ബുനയ്യ ഇർകം മഅനാ വലാ തകും മിനൽ കാഫിരീൻ. മോനെ, ഈ കപ്പലിലൊന്ന് കയറ്, നീ കുഫ്ർ നന്ദികേട് കാണിക്കുന്ന ആളുകളുടെ കൂടല്ലേ എന്ന് പറഞ്ഞിട്ട് നൂഹ് നബി അലൈഹിസ്സലാം മകനെ ക്ഷണിക്കുന്നുണ്ട്. വകാന ഫീ മഅസിൽ, അവൻ ഒഴിഞ്ഞൊരു സ്ഥലത്തായിരുന്നു. പക്ഷേ ആ മകൻ കയറിയില്ല. സുരക്ഷാ പ്രശ്നങ്ങള്, സുരക്ഷാ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴും കേൾക്കാത്ത, പോകല്ലേ എന്ന് പറഞ്ഞിട്ടും അവിടെ പോയി. ഇതിൽ കയറ് എന്ന് പറഞ്ഞിട്ട് കയറിയില്ല. മകൻ പറഞ്ഞു സാവി ഇലാ ജബലിൻ യവസിമുനി മിനൽ മാ, ഞാൻ ഒരു പർവ്വതത്തിന്റെ മുകളിൽ പോയിട്ട് രക്ഷപ്പെട്ടോളാം എന്ന് വാപ്പാനോട് ഗുഡ് ബൈ പറഞ്ഞു പോയ മനുഷ്യൻ ഫഹാല ബൈനഹുമൽ മൗജു വകാന മിനൽ മുഗ്റഖീൻ, ഒരു വലിയ തിരമാലങ്ങനെ വന്ന് നൂഹ് നബിയുടെ മുന്നിൽ തന്നെ ആ മകൻ മുങ്ങിച്ചത്തു എന്ന് വിശുദ്ധ ഖുർആനിൽ പറയുന്നു. അപ്പൊ ചില സമയത്ത് അല്ലാഹു തആല മഴ വലിയ ശിക്ഷയാക്കും. മനുഷ്യര് കേട് വന്നാൽ, മനുഷ്യർ നന്നായിട്ടില്ലെങ്കിൽ, മനുഷ്യരുടെ മനസ്സ് മോശമായാൽ, മനുഷ്യരുടെ ചെയ്തികൾ മോശമായാൽ വലിയ ശിക്ഷ പ്രളയ രൂപത്തിൽ വരും എന്ന് നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിൽ പഠിപ്പിക്കാൻ. അതുപോലെ രണ്ടെണ്ണം വേറെയുണ്ട്. ശുഐബ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം. അളവിലും തൂക്കത്തിലും കൃത്രിമത്വം നടത്താൻ കച്ചവടക്കാരൊക്കെ നല്ല ശ്രദ്ധിക്കണം. ഒരു നിലക്കും അങ്ങനത്തെ കാശ് വേണ്ടാന്ന് കച്ചവടക്കാരൊക്കെ തീരുമാനിക്കണം. ഒരു ഉറുപ്പ്യാണെങ്കിൽ പോലും. സാധാരണ ചില കച്ചവടക്കാരൊക്കെ പറയലുണ്ട്, നോണ പറയാതെ ഒന്നും കച്ചവടം മുന്നോട്ട് പോകില്ല. അത്ര വലിയ സത്യം പറയണ്ട വെച്ചാൽ മതി. ഇത് ഞാൻ 10 ഉറുപ്പ്യക്കാ വാങ്ങിക്കണം, 15 ഉറുപ്പ്യക്കാ നിങ്ങൾക്ക് തരുന്ന കാരണം ആരും വാങ്ങൂല, അങ്ങനെയൊന്നും പറയണ്ട. പക്ഷെ ഒരു ഉറുപ്പിക എന്ത് കച്ചവടമാവട്ടെ, മീൻ കച്ചവടമാണെങ്കിലും, വലിയ ഹോൾസെയിൽ ബിസിനസ് ആണെങ്കിലും, ചെരുപ്പച്ചാട, എന്ത് കച്ചവടമാണെങ്കിലും അനാവശ്യമായിട്ട് മനുഷ്യരെ പിഴുതെടുക്കുക പാടില്ല. ശുഐബ് നബി അലൈഹിസ്സലാം എന്ന് പറയുന്ന ഒരു പ്രവാചകൻ തന്നെ അല്ലാഹു തആല പ്രവാചകൻ നിയോഗിച്ചത് ഈ നാട്ടിലേക്കാണ്. അങ്ങനെ ചെയ്യുന്ന ഒരാളുകളെ ഇപ്പൊ പ്രവാചകന്മാരൊന്നും വരാനില്ല. നമുക്ക് വയലിലൊക്കെ കേൾക്കുന്നതേ ഉള്ളൂ, ഖുതുബയിലൊക്കെ. അങ്ങനെ അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കാൻ അവരെ അല്ലാഹ് പരീക്ഷിച്ചു. ശുഐബ് നബി കുറെ പറഞ്ഞു. അവര് ചോദിച്ചു, യാ ശുഐബ് അസ്സലാത്തുക തഅമുറുക അൻ നത്റുക മാ കാന യഅബുദു ആബാഉന, ഞങ്ങളുടെ പൂർവ്വ പിതാക്കളൊക്കെ ആരാധിക്കരുതേ, ആരാധിക്കുന്നത് ആദ്യം തൗഹീദ് ഉണ്ടാക്കുക ചെയ്യാം. അള്ളാഹനെ മാത്രം ആരാധിക്കുന്നത് പറഞ്ഞു കൊടുത്ത പറഞ്ഞതാ. ഞങ്ങൾ പൂർവ്വപിതാക്കളായിട്ട് കുറെ ആളുകൾ ആരാധിക്കുന്നുണ്ട്, അവരൊക്കെ ആരാധിക്കരുതേ എന്ന് പറയാൻ നീ തുടങ്ങിയ നിന്റെ ഈ നിസ്കാരം, എങ്ങനെയാണെന്ന് അറിയില്ല, അന്നത്തെ കാലത്ത് നിസ്കാരം, ഈ നിസ്കാരവും ഇബാദത്തും ഒക്കെയാണോ തടസ്സം? ഔ അൻ നഫ്അല ഫീ അംവാലിനാ മാ നശാ, അവർ ചോദിച്ച ചോദ്യമാണ്. ഞങ്ങളുടെ സമ്പത്തില് ഞങ്ങൾക്കിഷ്ടമുള്ളത് ചെയ്യുന്നതിന് നീ എന്തിനാ തടസ്സം നിൽക്കുന്നത്? ഞങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്താണ്, അതെന്റെ ബിസിനസ്സാണ്, എന്റെ പീടിയാണ്, എന്റെ കടയാണ്, എന്റെ സമ്പത്താണ്. അതില് ഞാൻ എനിക്കിഷ്ടമുള്ളത് പോലെ ചെയ്യുന്ന, വേണമെങ്കിൽ പലിശ ഞങ്ങൾ വാങ്ങും, കൊള്ള ലാഭം വാങ്ങും, കൈക്കൂലി ഞങ്ങൾ കൊടുക്കും, അതിനൊക്കെ നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയാൻ നിൽക്കണെന്ന് പറഞ്ഞപ്പോ അല്ലാഹു തആല അവർക്ക് കൊടുത്ത ശിക്ഷ മഴ അങ്ങോട്ട് പെയ്യലും മാറിയെന്നാണ്. മഴ പെയ്യലും മാറിയ ശിക്ഷ തന്നെ. നമ്മൾ തന്നെ പേടിച്ചില്ലേ? മഴയ്ക്ക് വേണ്ടിയുള്ള നിസ്കാരം പോലും നമ്മൾ നിസ്കരിക്കാൻ തുടങ്ങി. മഴ പെയ്യലാണ് മാറി. അങ്ങനെ ഇരിക്കുമ്പോ കുറെ കാലഘട്ടം കഴിഞ്ഞപ്പോണ്ട് ഒരു ലുല്ലത്ത്, അദാബു യൗമി ലുല്ല എന്ന ഖുർആനിലെ പരിചയപ്പെടുത്തിയത്. ഒരു കാർമേഘം ഇങ്ങനെ കണ്ടു. കുറെ കാലായിട്ട് നല്ല ചൂടും പുകച്ചിലും ജലക്ഷാമൊക്കെ നേരിട്ടപ്പോ ഒരു കാർമേഘം കണ്ടപ്പോ എല്ലാവരും കുടവും പാത്രവും ചട്ടിയൊക്കെ എടുത്ത് വന്നു. അവിടെ ഇങ്ങനെ കാത്തിരുന്നു, ഇപ്പോൾ മഴ പെയ്യും. അങ്ങനെ കാത്തിരുന്നപ്പോ പിന്നെ മഴയല്ല പെയ്തത്, അവർക്ക് ഹിജാറത്ത്, തീമഴയാണ് അവർക്ക് പെയ്തത്. ഒരു തീമഴ പെയ്തു.
ആ ഒരു തീമഴ പെയ്തിട്ട് അവരെ മുഴുവനും നശിപ്പിച്ചു എന്നാണ്. ഒക്കെ നശിപ്പിച്ചു കളഞ്ഞു. ശുഐബ് നബി അലൈഹി സ്വലാമിന്റെ ഈ അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്ന മനുഷ്യരെ മുഴുവൻ നശിപ്പിച്ചു കളഞ്ഞു. അത് ശിക്ഷയുടെ ഒരു മഴയായിരുന്നു. ഹൂദ് നബി അലൈഹി സ്വലാമിനെ പറ്റി അങ്ങനെ പറയുന്നുണ്ട്. വൈലാ ആദിൻ അഖാഹും ഹൂദാ. ഹൂദ് നബി അലൈഹി സ്വലാം ഒരുപാട് ജനങ്ങളെ നന്മയിലേക്ക് ക്ഷണിച്ചു, പക്ഷെ ഒന്നും പറഞ്ഞത് കേട്ടില്ല. ഒക്കെ എങ്ങനെയാണ്? നന്മയിലേക്ക് ക്ഷണിക്കുമ്പോ നന്മ മനസ്സിലായിട്ടും അതിലേക്ക് വരാത്ത ആളുകൾ അള്ളാഹ് നശിപ്പിച്ചതൊക്കെ അങ്ങനെയാണ്. ആ ഖൗമെന്ന് ഇതൊക്കെ ചരിത്ര സംഭവങ്ങളാണ്. ഇന്നും ആ ചരിത്ര പ്രദേശങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്താൽ അതിന്റെ ആസാറുകൾ, അടയാളങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. വൈലാ ആദിൻ അഖാഹും ഹൂദാ. ആദ് സമൂഹം അവർക്കും അങ്ങനെ ഉണ്ടായത്. മഴയെ അള്ളാഹ് നിർത്തി, മഴ അങ്ങോട്ട് പെയ്യലും മാറി. അതുകൊണ്ട് മഴ പെയ്യലും മാറിയാ നമ്മളൊക്കെ പേടിക്കണം, നമ്മളൊക്കെ നന്നാവണം. മഴയ്ക്ക് വേണ്ടി നിസ്കാരം പേപ്പർ കൊടുക്കാനും വീഡിയോ കൊടുക്കാനൊന്നുമല്ല. മഴയ്ക്ക് വേണ്ടി നിസ്കാരം പണ്ഡിതന്മാര് കിതാബിൽ ഒരുപാട് കാര്യം പറയുന്നുണ്ട്. ഒരു 2-3 ദിവസം നോമ്പ് വിൽക്കണം. കുട്ടികളെയും മൃഗങ്ങളൊക്കെ 2 ദിവസം പട്ടിണി കിടന്നു. ഞങ്ങളൊക്കെ ഒന്ന് പദം വന്നു എന്ന് അള്ളാഹ് അറിയിക്കണം. എന്നിട്ടൊക്കെ പോയിട്ടേ മഴയ്ക്ക് വേണ്ടി നിസ്കാരം നിസ്കരിച്ചിട്ട് കാര്യമുള്ളൂ എന്ന് കിതാബിലൊക്കെ പറയുന്നുണ്ട്. എന്താ കാരണം? നമ്മളൊക്കെ ഒന്ന് നന്നായി അള്ളാഹിനെ ബോധ്യപ്പെടുത്തണം. അപ്പോൾ അള്ളാഹ് മഴ പെയ്യിപ്പിക്കുന്ന. അങ്ങനെ പറഞ്ഞു നോക്കുമ്പോ ഒരു ദിവസം ഇതേപോലെ ഒരു കാർമേഘം പ്രത്യക്ഷപ്പെട. അപ്പൊ അവര് പറഞ്ഞു, ഹാദാ ആരിദുൻ മുംതിറുനാ, ഹാദാ ആരിദുൻ മുംതിറുനാ. ഇപ്പൊ മഴ പെയ്യിപ്പിക്കുന്ന ഒരു മേഘം വന്നിട്ടുണ്ട്. എല്ലാവരും ഒരുങ്ങി നിന്നു. ബൽ ഹുവ മസ്തഅജൽതും ബിഹി. അല്ലാഹ് പറയാ, അത് മേഘമല്ല. നിങ്ങളെ ഹൂദ് അലൈഹിസ്സലാം പ്രബോധനം ചെയ്യുമ്പോ, ഖിയാമത്ത് നാളിനെ കുറിച്ച് പറയുമ്പോ, മരണത്തെ കുറിച്ച് പറയുമ്പോ നിങ്ങൾ പ്രതികരിച്ചത് അങ്ങനെ ഉണ്ടെങ്കിൽ ഹൂദേ നാ മരണം വരട്ടെ, എന്നാ എന്റെ ഖിയാമത്ത് നാൾ കാണിച്ചാട്ട്, എന്നാ അള്ളാന്റെ ശിക്ഷ കാണിച്ചാട്ട് എന്നൊക്കെ പറഞ്ഞ് നൂഹ് നബിന്റെ നേരെ ചാടിയ മനുഷ്യരും അള്ളാഹ് പറയാ, ബൽ ഹുവ മസ്തഅജൽതും ബിഹി. നിങ്ങൾ ധൃതി കാണിച്ച ആ ശിക്ഷയാണത്. അതെന്തല്ല? അത് കാർമേഘമല്ല. റീഹുൻ ഫീഹാ അദാബുൻ അലീം. അത് ശക്തമായ കാറ്റാണ്. അതില് വളരെ വേദനാജനകമായ ശിക്ഷ നിങ്ങൾക്കുണ്ടാകും. തുദമ്മിറു കുല്ല ശൈഇൻ ബിഅംരി റബ്ബിഹാ. റബ്ബിന്റെ കൽപ്പന പ്രകാരം മുഴുവത്തിനെയും ആ കാറ്റ് നശിപ്പിച്ചു. ഫഅസ്ബഹു ലാ യുറാ ഇല്ലാ മസാകിനുഹും. അവർ ജീവിച്ചിരുന്ന പ്രദേശമല്ലാതെ മറ്റൊന്നും പിന്നെ അവിടെ ഉണ്ടായില്ല. ഒരു സാധനം പോലും ബാക്കി വെക്കാതെ മുഴുവനും ആ കാറ്റ് നശിപ്പിച്ചു കളഞ്ഞു. പേടിക്കേണ്ട വിഷയം. അള്ളാന്റെ റസൂല് കാർമേഘം കാണുമ്പോ എല്ലാവരും സന്തോഷിക്കും. പക്ഷെ നബിതങ്ങൾക്ക് ഒരു ബേജാറാണ്. കാർമേഘം കാണുമ്പോ തന്നെ ഒരു ബേജാറാണ്. നബി ഇങ്ങനെ പുറത്തേക്കിറങ്ങും, വലത്തോട്ട് പോകും, ഇടത്തോട്ട് പോകും, ആകെ അസ്വസ്ഥത കാണിക്കും. ആയിഷാ ബിവിയോട് ചോദിക്കും, നബിയെ എല്ലാവരും സന്തോഷിക്കാൻ നിങ്ങൾക്ക് എന്താ അത്ര ബേജാറ്? മഴ അങ്ങോട്ട് പെയ്തു തുടങ്ങിയാൽ നബി പതുക്കെ ഒത്തുക്ക് കയറും, മഴ കൊണ്ട് പ്രശ്നമൊന്നുമില്ലെങ്കിൽ. അപ്പൊ പറയാം, ആയിഷ ഇങ്ങനെയാണ് ഹൂദ് നബിയുടെ സമുദായത്തിന് സംഭവിച്ചത്. കുറെ കാലം ഒരു മഴ പ്രതീക്ഷിച്ചിരുന്നപ്പോ അങ്ങനെ ഒരു കാർമേഘം കണ്ടപ്പോ അവർ പറഞ്ഞില്ലേ, ഹാദാ ആരിദുൻ മുംതിറുന, ഇത് ഞങ്ങൾക്കുള്ള മഴ പെയ്യിപ്പിക്കണ മേഘമാണെന്ന് അവർ പറഞ്ഞില്ലേ. പക്ഷേ ഉണ്ടായത് മുഴുവത്തിനെയും നശിപ്പിച്ചു. അവിടെ പിന്നെ ഒന്നും ബാക്കിയായില്ല. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ദൃഷ്ടാന്തങ്ങളാണ്. ചിന്തിക്കുന്നവർക്കൊക്കെ ദൃഷ്ടാന്തം, എന്നാലും ആളുകൾ പാഠം പഠിക്കൂല. അപ്പോ നബി പറഞ്ഞു കൊടുക്കുകയാണ്, ബേജാറാവണം ആയിഷ. അതിന്റെ പേരിലാണ് മഴക്കാറ് കാണുമ്പോൾ നമ്മൾ സന്തോഷിക്കല്ല വേണ്ട, ചിലപ്പോൾ അതൊരു ശിക്ഷയായി മാറിയേക്കാം. അതുകൊണ്ടാണ് എനിക്ക് ബേജാറ്. ലൂത്ത് നബി അലൈഹിസ്സലാം അവരുടെ പേരിൽ അള്ളാഹ് പറഞ്ഞത്, വംതുർന അലൈഹിം മത്റൻ ഫസാഅ മത്റുൽ മുൻദിരീൻ. അവർക്കൊരു മത്തർ പെയ്യിപ്പിച്ചു കൊടുത്തു. നിങ്ങൾ ആലോചിച്ചു, ഖുർആനില് മത്തർ, സാധാരണ അറബി മാഷന്മാരും കുട്ടികളൊക്കെ അറബി പഠിക്കാൻ മത്തറുൻ മഴ എന്ന് പറഞ്ഞിട്ടാണ്. അറബികളും അങ്ങനെ പറയാം, മത്തർ എന്ന് പറയും. പക്ഷെ ഖുർആനില് മത്തർ എന്ന് പ്രയോഗിച്ചിട്ടുന്നില്ല. ഖുർആനില് മത്തർ എന്ന് പ്രയോഗിച്ചത് ശിക്ഷയുടെ മഴക്കാണ്. മനുഷ്യന് ശിക്ഷയായി മാറിയ മഴക്കാണ് ഖുർആനിൽ അല്ലാഹു തആല മത്തറുൻ എന്ന് പ്രയോഗിച്ചത്. മീം ത്വാ റാ മത്തർ. യഥാർത്ഥ മഴ, മനുഷ്യൻ അനുഗ്രഹീതമായ മഴക്ക് അല്ലാഹു തആല മറ്റു പേരുകളാണ് ഉപയോഗിച്ചത്. ഒരിടത്ത് അല്ലാഹ് പറഞ്ഞത് ഞാൻ നേരത്തെ ഓതിയ ആയത്ത്, വയുനസ്സിലുൽ ഗൈസ്. ഗൈസ് സഹായം എന്നാണ്. മഴ നമുക്കൊരു ഹെൽപ്പാണ്. യുനസ്സിലുൽ ഗൈസ് വഹുവല്ലദീ യുനസ്സിലുൽ ഗൈസ മിൻ ബഅദി മാ ഖനതു. ഖുർആനിൽ കാണാം. എല്ലാം നിരാശമായി നിൽക്കുമ്പോ
അവര് മഴ അങ്ങോട്ട് പെയ്യും. കടുകട്ടി വേനല്, ചൂട്, ബുദ്ധിമുട്ട്, AC എല്ലാം പ്രയാസം സഹിച്ച് നിൽക്കുമ്പോ ഒക്കെ നിരാശരായി നിൽക്കുമ്പോ ഒരു ഗൈസ്, അവർക്കൊരു ഹെൽപ്പ് എന്നുള്ള ഒരു മഴ പെയ്താൽ അതൊരു സമാധാനം. മറ്റൊരു സ്ഥലത്ത് പറഞ്ഞത് വനുനസ്സിലു മിനസ്സമായി മാഅൻ മുബാറക് വനസ്സൽനാ മിനസ്സമായി മാഅൻ മുബാറകൻ, ബർക്കത്തുള്ള വെള്ളമാണ്. അതാണ് മഴവെള്ളം എന്ന് പറയുന്നത്. ബർക്കത്തുള്ള വെള്ളമാണ്. വലൗ അന്ന അഹ്ലുൽ ഖുറാ ആമനു വത്തഖൗ ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ്സമായി വൽ അർദ്. ഒരു നാട് നല്ല നിലക്ക് ജീവിക്കുകയാണെങ്കിൽ അല്ലാഹു പറയാ ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ്സമായി വൽ അർദ്. ആകാശഭൂമിയിൽ നിന്ന് അവർക്ക് ബർക്കത്ത് കൊടുക്കുന്നു. ബർക്കത്തോടെ മഴയാണ്. മഴ കൊടുക്കും, വെള്ളം കൊടുക്കും. അപ്പൊ ബർക്കത്ത് എന്നാണ് അല്ലാഹ് ഒരു സ്ഥലത്ത് പറഞ്ഞത്. മറ്റൊരു സ്ഥലത്ത് പറഞ്ഞിട്ടുള്ളത് മാഉൻ തഹൂർ എന്നാണ്. തൊഹൂറും താഹിറും ഉണ്ട് വെള്ളം. തൊഹൂർ എന്ന് പറഞ്ഞാൽ മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റുന്ന വെള്ളമാണ്. അതാണ് മാഉൻ തഹൂർ. അതാണ് വൻസൽനയിലേക്കും പിന്നെ അല്ലാഹു പറഞ്ഞു മാഅൻ തഹൂറ, തഹൂറായ വെള്ളം എന്ന്. തൊഹൂർ എന്ന് പറഞ്ഞതാണ്. ഇപ്പൊ കഞ്ഞിയുടെ വെള്ളം, ചായയുടെ വെള്ളം, അതൊന്നും നമുക്ക് മറ്റൊന്ന് കഴുകി വൃത്തിയാക്കാൻ പറ്റില്ല. കഴുകി വൃത്തിയാക്കണമെങ്കിൽ മാഉൻ മുത്തലഖ്, മുത്തലഖായ വെള്ളമാണെന്ന് കിതാബിന്റെ ഭാഷ. അത് തൊഹൂറായ വെള്ളം, തനിയെ ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധീകരിക്കാൻ പറ്റുന്നതുമായ വെള്ളം. അങ്ങനെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു സ്ഥലത്ത് പറഞ്ഞിട്ടുള്ളത് വഹുവല്ലദീ യുർസിലു റിയാഹ ബുശ്റൻ ബൈന യദൈ റഹ്മത്തിഹി. റഹ്മത്ത് എന്നാണ്, എല്ലാവർക്കും അറിയാം. മഴ അള്ളാന്റെ റഹ്മത്ത് നമുക്ക് പറയല്ലേ. അള്ളാന്റെ റഹ്മത്തിന്റെ മുമ്പ് റിയാഹിനെ നിശ്ചയിക്കും, കാറ്റുകളെ നിശ്ചയിക്കുന്നു. ഖുർആനിലും അതും രണ്ട് പ്രയോഗം വ്യത്യാസം. റീഹുൻ എന്ന് ഖുർആൻ പ്രയോഗിച്ചതൊക്കെ പിന്നെ ശിക്ഷയുടെ കാറ്റിനാണ്. റീഹ് പിന്നെ ഏകവചനമായിട്ട് പ്രയോഗിച്ചത്. റീഹൻ സുർസുറൻ റീഹുൻ ഫീഹാ അദാബുൻ അലീം. അതൊക്കെ ശിക്ഷയുടെ കാറ്റാണ് എന്ന് പറഞ്ഞാൽ കാറ്റുകൊണ്ട് മരം മറിയുക, ഇലക്ട്രിക് തകരാറാകുക, അപകടം ഉണ്ടാകുക, പെര പൊളിഞ്ഞാടുക, അതൊക്കെ ഉണ്ടെങ്കിൽ റീഹാൻ. കാറ്റ് വീശും അല്ലാഹു റസൂൽ പറയും അല്ലാഹുമ്മ ജഅൽഹാ റിയാഹൻ വലാ തജഅൽഹു റീഹാ. അല്ലാഹുവേ നീ അതിനെ റീഹാക്കി മാറ്റരുതേ, അതിനെ റിയാഹാക്കി മാറ്റണം. റിയാഹ് അതിന്റെ ബഹുവചനാണ്. പക്ഷെ ബഹുവചനത്തിൽ അല്ലാഹു തആല ഖുർആനിൽ പ്രയോഗിച്ചതൊക്കെ നല്ല പിന്നെ ഇളം കാറ്റിനെയാണ്, മനുഷ്യന് ഉപകാരപ്പെടുന്ന കാറ്റിനെയാണ്. അതുകൊണ്ട് വഹുവല്ലദീ യുർസിലു റിയാഹ, അല്ലാഹു തആല കാറ്റിനെ അയക്കും. ബുശ്റൻ ഒരു സന്തോഷ വാർത്ത എന്ന് പറയുന്നത്. ഇങ്ങനെ ഇരിക്കുമ്പോ ഒരു തണുത്ത കാറ്റ് ഇങ്ങനെ വരും, ഒരു ഇളം കാറ്റ്. അതെന്തിന്റെ മുമ്പിൽ? ബൈന യദൈ റഹ്മത്തിഹി, അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മുമ്പ്. അപ്പൊ റഹ്മത്ത് എന്ന് മഴക്ക് അല്ലാഹു തആല പേര് നൽകിയിട്ടുണ്ട്. ഇതൊക്കെയാണ് ഖുർആനിൽ അല്ലാഹു തആല മഴക്ക് നൽകിയ പേര്. മത്തർ നമ്മുടെ അറബികളും ആശന്മാരും കുട്ടികളും അറബി ഭാഷക്കാരൊക്കെ പറയുന്ന പേരാണ്. എന്നാലും അത് പറയാം, മത്തർ എന്ന് പറയാം, വിരോധമൊന്നുമില്ല. പക്ഷെ അത് ഇങ്ങനെയാണ് ഖുർആനിലെ വ്യത്യാസം എന്ന് മനസ്സിലാക്കുക. അപ്പൊ മത്തറും റീഹും റിയാഹും തമ്മിൽ ഖുർആനിൽ വ്യത്യാസമുണ്ട്, വ്യത്യാസപ്പെടുത്തി പറഞ്ഞിട്ടുണ്ട്. അപ്പോ റീഹ് ഇതുപോലെ തന്നെ മത്തർ, ആർക്ക്? പിന്നെ ലൂത്ത് നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബിയുടെ കുടുംബത്തിൽപ്പെട്ട ആളാണ്. ഇബ്രാഹിം നബി വിശ്വസിച്ച പ്രവാചകനാണ്. ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ഖൗമ് ഏറ്റവും മോശമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നു എന്നാണ്. അവരോട് യൂത്ത് നബി ചോദിക്കുന്നുണ്ട്, അഇന്നകും ലതഅതൂനൽ ഫാഹിഷ മാ സബഖകും ബിഹാ മിൻ അഹദിൻ മിനൽ ആലമീൻ. ലോകത്ത് ഇതുവരെ പരിചയമില്ലാത്ത ഒരു തെമ്മാടിത്തരമാണ് നിങ്ങൾ ചെയ്യുന്നത്. അതെന്താണ്? അഇന്നകും ലതഅതൂനൽ റിജാല ശഹവതൻ മിൻ ദൂനിൻ നിസാ. നിങ്ങൾ പുരുഷന്മാരെ നിങ്ങളുടെ വികാരശമനത്തിന് വേണ്ടി സമീപിക്കുന്നു. പുരുഷനെ വികാരശമനത്തിന് വേണ്ടി സമീപിക്കുക. ആലോചിച്ച് നോക്കണം. ട്രംപ് കയറിയപ്പോ ആദ്യം തന്നെ പറഞ്ഞു ഇനി ഇവിടെ ട്രാൻസ്ജെൻഡർ ഇല്ല, അതിന്റെ പേരിൽ തോന്നിയാസം നിർത്തുക. നമ്മളൊക്കെ പുതിയ കോളം തുടങ്ങിക്കാണ്. പണ്ട് 2 കോളേ ഉണ്ടായിരുന്നുള്ളൂ, സെക്സ്, മെയില്, ഫീമെയില്. ഇപ്പൊ ഒന്നും കൂടി ഉണ്ട്, ട്രാൻസ്ജെൻഡർ. മനുഷ്യനുണ്ടാകുന്ന വൈകൃതത്തെ ആഘോഷിക്കണം. സോഷ്യൽ മീഡിയ എടുത്തു നോക്കൂ, ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും അതിലൊക്കെ എന്ത് തോന്നിയാസം നടക്കുന്നത്. ഒരുത്തനൊരു വൈകൃതമുണ്ടെങ്കിൽ ആ വൈകൃതത്തെ അലങ്കാരമാക്കി മാറ്റാം. എന്തെങ്കിലും അങ്ങനെ ഒരു പെണ്ണിനോട് ചായ ഉണ്ടെങ്കിൽ പെണ്ണിന്റെ വേഷം കെട്ടി, ആണ് പെണ്ണിന്റെ വേഷം കെട്ടി പെണ്ണുങ്ങളുടെ ഇടയിൽ ഇരിക്കുക. അതിനോട് ഇന്റർവ്യൂ നടത്താൻ കുറെ ആൾക്കാർ, അതിന് കമന്റ് പറയാൻ കുറെ ആൾക്കാർ, അതിനെ സപ്പോർട്ട് ചെയ്യാൻ കുറെ ആളുകൾ.
LGBTQ എത്രയാ വന്നിട്ടുള്ളത്. ലെസ്ബിയൻസ് പുരുഷനോട് മാത്രം വികാരം തോന്നുക. അതൊരു വൈകൃതമാണ് കൂട്ടരെ, അതൊരു ലൈംഗിക വൈകൃതം. കൗൺസിലിങ്ങിനെ കൊണ്ട് ചികിത്സിച്ച് മാറ്റിയെടുക്കണം. ഗെയ്സ്, പെണ്ണിനോട് വികാരം തോന്നുക. ലെസ്ബിയൻസ്, ആണിനോട് വികാരം തോന്നുക. അത് രോഗല്ലേ? നേരെ തിരിച്ചല്ലേ വേണ്ടത്? ഓപ്പോസിറ്റ് ജെൻഡറിനോടാണ് പിന്നെ പ്രകൃതിപരമായിട്ട് തോന്നേണ്ടത്, വികാരം തോന്നേണ്ടത്. അത് മനുഷ്യൻ അല്ലാഹു തആല നിൽക്കണം. അതിനെന്തെങ്കിലും രോഗം ഉണ്ടെങ്കിൽ ചികിത്സിച്ചു മാറ്റണം. അതുപോലെ തന്നെ ബൈസെക്ഷൽ, ട്രാൻസ്ജെൻഡർ, ക്യൂർ എത്രയെന്നറിയോ? അതിനൊക്കെ മുദ്രാവാക്യം വിളിച്ച മൈ ബോഡി മൈ ചോയ്സ്. എന്താ മുദ്രാവാക്യം? മൈ ബോഡി മൈ ചോയ്സ്. അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ചാനൽ, യൂട്യൂബിന്റെ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തോന്നിയാസം, അങ്ങനെ നടത്തിയ തോന്നിയാസമായിരുന്നു ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിൽ നടത്തിയിരുന്നത്. വിവരമുള്ളവരൊക്കെ പിന്തിരിയുന്നുണ്ട്. പക്ഷേ വിവരമില്ലാത്തവര് അതൊരു അലങ്കാരമായി കൊണ്ടു നടക്കുന്നുണ്ട്. പറയാതിരിക്കാൻ നിവൃത്തിയില്ല. വിവരമില്ലാത്തവർക്ക് അതൊരു അലങ്കാരം. വിവരമുള്ളവര് മാറ്റുന്നുണ്ട്. അതുകൊണ്ട് ഗതികെട്ട രാജ്യങ്ങളുണ്ട്. ഇതൊരു പുരോഗമനം എന്ന രൂപത്തിൽ കണ്ടിട്ട് അതുകൊണ്ട് കുടുങ്ങിപ്പോയവരാണ് പലരൊക്കെ. ട്രംപിന്റെ പ്രസ്താവനക്ക് അതാ മനസ്സിലാകേണ്ടത്. പക്ഷെ നമ്മളൊക്കെ അതൊരു അലങ്കാരമായി കൊണ്ട് നടക്കുന്നു പലപ്പോഴും. അതിന് ചികിത്സകളും മറ്റു കാര്യങ്ങളാണ് വേണ്ടത്. ഞാൻ പറഞ്ഞു വരുന്നതല്ല. ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം ഖുർആനിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ലോകത്താരും ചെയ്യാത്ത തോന്നിയാസാണ് നിങ്ങൾ ചെയ്യണത്. ലൂത്ത് നബി അവരോട് പറഞ്ഞു. അവര് കേട്ടില്ല. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ വീട്ടിലേക്ക് വിരുന്ന് വന്ന മലക്കിന്റെ രൂപത്തിൽ വന്ന ആ ആൺകുട്ടികളോട് പോലും അവര് വൈകാരികമായി അല്ലെങ്കിൽ വികാരശമനത്തിന് വേണ്ടി അവരെ കൂടി ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചപ്പോഴാണ് മോശമായ മഴ പെയ്തു. ആ മഴയെ കുറിച്ച് പണ്ഡിതന്മാര് തഫ്സീറിൽ പറയുന്നുണ്ട്, രക്തമായിരുന്നു ആ മഴ. എല്ലാം വൃത്തികേട, വസ്ത്രത്തിലും എല്ലായിടത്തും രക്തം, ആകെ രക്തം. നിങ്ങൾ ആലോചിച്ചോക്ക്, മഴയുടെ കളറ് മാറിയാൽ തന്നെ നമുക്ക് എത്ര മാനസിക പ്രയാസം ഉണ്ടാവും. ചിലയിടത്തൊക്കെ കാണല്ലോ, ചുവന്ന മഴ പെയ്തു, മഞ്ഞ മഴ പെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് കാണില്ലേ? അത് രക്തം പോലെ തന്നെ, ഒറിജിനൽ രക്തം പോലെ തന്നെ മഴ അങ്ങോട്ട് പെയ്താൽ അങ്ങനെ ഉണ്ടായി എന്നാ പറഞ്ഞു. ഇപ്പോഴുണ്ടല്ലോ ചിലയിടത്തൊക്കെ അങ്ങനത്തെ മഴ പെയ്തു എന്നൊക്കെ കാണാം. വർണ്ണമഴ, ചില പ്രതിഭാസങ്ങളാണ്. നമ്മളതിനെ അങ്ങനെ പറയാം. പടച്ചോനിൽ വിശ്വാസം ഉണ്ടെങ്കിലല്ലേ പടച്ചോന്റെ അത്ഭുതത്തെ കുറിച്ച് നമ്മൾ പഠിക്കുള്ളൂ. വിശ്വാസം അല്ലെങ്കിൽ അതെന്ത് പറയും? അത് ചില പ്രതിഭാസങ്ങൾ, പ്രതിഭാസമേ പറയാൻ പറ്റുള്ളൂ. എങ്ങനെ ഉണ്ടായി എന്ന് നമുക്കാർക്കും ചിന്തിക്കാൻ കഴിയില്ല. മാത്രല്ല വജഅൽനാ ആലിയഹാ സാഫിലഹാ, കീഴ്മേൽ മറിച്ചു. കീഴ്മേൽ മറിച്ചു. ഇന്നും സദൂം, ചാവുകടൽ, ജോർഡാനിന്റെ ഇസ്രായേലിന്റെ ഭാഗത്ത് ചാവുകടല് കൃത്യമായി നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന് അവിടെ നിൽക്കുക ഡെഡ് സീ. ഒരു ജീവികളും അതിൽ വളരൂല. അതിന്റെ ഡെൻസിറ്റി കൂടുതലാണ്, അതിന്റെ സാന്ദ്രത കൂടുതലാണ്. താവൂല, മനുഷ്യന് കയറി മലർന്ന് കിടക്കാം. കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. അപ്പൊ അതുകൊണ്ട് ഇന്നും അതൊരു ഒരു സദൂം എന്ന് പറയുന്ന സ്ഥലം ഒരു മാതൃകയായി കിടക്കാം. നമ്മെ സംബന്ധിച്ചിടത്തോളം ഖുർആനിൽ അത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അതിന്റെ ചരിത്രം പഠിക്കാൻ നമുക്ക് കഴിയുള്ളൂ. ഞാൻ പറഞ്ഞു വരുന്നത്, മനുഷ്യന്മാര് തോന്നിയാസം ചെയ്യുമ്പോൾ അള്ളാഹ് കൊടുക്കുന്ന മഴ പലപ്പോഴും ശിക്ഷയുടെ മഴയായിരിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യണം? മഴ ഉണ്ടെങ്കിലും അള്ളാഹിനോട് പ്രാർത്ഥിക്കണം. ഒരിക്കൽ നബി ഖുതുബ നടത്തുമ്പോൾ ഒരാൾ വന്ന് പറഞ്ഞു, നബിയെ എല്ലാവർക്കും വിശപ്പാണ്, എല്ലാവർക്കും കുട്ടികളൊക്കെ വിശക്കാൻ തുടങ്ങി, മഴ കിട്ടുന്നില്ല, കാലികൾക്കൊന്നും വെള്ളമില്ല, ഒന്ന് ദുആ ചെയ്യണം. നബി തങ്ങൾ അള്ളാഹുവിനോട് കൈ ഉയർത്തി തീർന്നു. ജുമാക്ക് ഖുതുബ നടത്തുമ്പോൾ ദുആ ചെയ്യുമ്പോൾ കൈ ഉയർത്തേണ്ടതില്ല, ഇമാമ് കൈ ഉയർത്തേണ്ടതില്ല, അതിന് മാതൃകയില്ല. പക്ഷേ മഴയ്ക്ക് വേണ്ടി അള്ളാഹിനോട് ഖുതുബയിൽ ചോദിക്കുമ്പോഴും എന്ത് ചെയ്യണം? എല്ലാവരും കൈ ഉയർത്തിയിട്ട് അള്ളാഹിനോട് ചോദിക്കണം. നബി കൈ ഉയർത്തി ചോദിച്ചു, അല്ലാഹുമ്മ പിന്നെ അള്ളാഹുവെ മഴ തരണേ. മഴ പെയ്തു. മഴ പെയ്തു, താടി നനഞ്ഞു. മിമ്പറിൽ നിന്ന് തന്നെ ആ കാലഘട്ടത്തിൽ താടി നനഞ്ഞു. പിറ്റത്താഴ്ച പിന്നെ മഴ തുടർന്നുകൊണ്ടിരിക്കുക. റസൂലെ മതി, ഇനി വെള്ളമൊന്നും വല്ല ആവശ്യമില്ല. അപ്പൊ അല്ലാഹു തആല അല്ലാഹുമ്മ ഹവാലൈന, റസൂൽ പ്രാർത്ഥിക്കുക, അല്ലാഹുമ്മ ഹവാലൈന വലാ അലൈന, ഇനി ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങളുടെ ചുറ്റുപാട് ആവശ്യമുള്ളവർക്ക് പെയ്താൽ മതി, ഇനി ഞങ്ങൾക്ക് ആവശ്യമില്ല. കൃത്യമായിട്ട് പറഞ്ഞു. അപ്പൊ പിന്നെ മഴ നിന്നു ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. കാരണം മഴ ഇല്ലെങ്കിൽ അള്ളാഹിനോട് തന്നെ പറയണ്ട, വേറെ ആരോടും പറഞ്ഞിട്ട് കാര്യമില്ല. ഖുൽ അറഅയ്തും ഇൻ അസ്ബഹ മാഉകും ഗൗറാ, നിങ്ങളുടെ വെള്ളം വറ്റിയാൽ, വെള്ളം വറ്റിയാൽ എന്ത് ചെയ്യാൻ പറ്റും? ചിലപ്പം കിണറൊന്ന് ഒരു കോല് താത്തിയ ചിലപ്പം കുറച്ച് വെള്ളം കിട്ടും. എത്ര കാലം കിട്ടും?
അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംവിധാനം ചെയ്താൽ കുറച്ചു കാലമൊക്കെ വെള്ളം കിട്ടും, കുറച്ചു കാലം ലൈനിലൊക്കെ വെള്ളം വിതരണം ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ആരാണ് ശുദ്ധമായ ജലം കൊണ്ടുവന്ന് തരിക? നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? കാർമേഘങ്ങളിൽ നിന്ന് നിങ്ങളാണോ അതിവിടെ വർഷിച്ചത്, അതല്ല ഞാനാണോ വർഷിക്കുന്നത്? ഞാൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അത് മുഴുവൻ ഉപ്പുവെള്ളമാക്കി മാറ്റുമായിരുന്നു. എന്തുകൊണ്ടാണ് നിങ്ങൾ നിങ്ങൾ എന്തുകൊണ്ടാണ് നന്ദി ചെയ്യാത്തത്? ഒരു മുറുക്ക് വെള്ളം കുടിക്കുമ്പോൾ പോലും അത് വെള്ളം കിട്ടിയതിന്, അത് ഇറങ്ങിയതിന്, കുടിച്ചതിന്, അത് വേണ്ട സമയത്ത് ദഹനം കഴിഞ്ഞ് പുറത്തു പോകുന്നതിനൊക്കെ നമ്മൾ അല്ലാഹ്ക്ക് നന്ദി ചെയ്യണം. ലോകത്ത് വെള്ളമില്ലായല്ല, കടല് മുഴുവൻ വെള്ളമാണ്. പക്ഷെ എന്താണ്? മറജൽ ബഹ്റൈനി യൽതഖിയാൻ, രണ്ട് സമുദ്രങ്ങളാണ്. ഹാദാ അദ്ബുൻ ഫുറാത്ത് വഹാദാ മിൽഹുൻ നുജാജ്. ഒന്ന് ശുദ്ധമായ വെള്ളം, മറ്റൊന്ന് ഉപ്പുവെള്ളം. ലക്ഷദ്വീപിലൊക്കെ കിണറുത്തിയിട്ട് 3 അടി താഴ്ത്തിയാൽ ശുദ്ധമായ വെള്ളം കിട്ടും. 4 അടി താഴ്ന്നാ പിന്നെ ഉപ്പുവെള്ളം. ആലോചിച്ച് നോക്കണം, അത് വലിയൊരു അത്ഭുതമാണ്. ദ്വീപ് എന്ന് പറഞ്ഞത് സമുദ്രനിരപ്പിനേക്കാൾ താഴ്ന്നു നിൽക്കുന്ന പ്രദേശമാണ്. 2-3 മീറ്റർ താഴെയാണ്. അവിടെ 2-3 മീറ്റർ കുഴിച്ചാൽ ശുദ്ധജലം കിട്ടുന്നു. അധികമായാൽ അത് ഉപ്പുജലമായി മാറും. രണ്ടും പടച്ചോ നിക്ഷേപിക്കുക, ഒരേ രൂപത്തിൽ പരസ്പരം ലാ യൽതഖിയാൻ, തമ്മിൽ കൂട്ടി ഒരിക്കലും അത് കൂടിക്കലർന്നില്ല. കൂടിക്കലർന്നാൽ അല്ലാഹ് പറയുന്നു അത് ഉപ്പുവെള്ളമായി മാറും. കുടിക്കാൻ കഴിയോ? അതുകൊണ്ട് വെള്ളത്തെ കുറിച്ച് നമ്മൾ ആലോചിക്കാം. വെള്ളം നിന്നാൽ, മഴ നിന്നാൽ അള്ളാഹിനോട് മാത്രം ചോദിക്കാം. പല രാജ്യത്തും പല ഏർപ്പാടുകളുണ്ട്. തവളക്കല്യാണം തമിഴ്നാട്ടിലുള്ള പരിപാടി. ഇവിടെ കഴിഞ്ഞ 2 കൊല്ലം മുമ്പ് കണ്ടിട്ട് ഒരു മൊയിലിയർ ഒരു പഴം മന്ത്രിച്ചൂതിയിട്ട് കടലിലേക്ക് എറിയ, അത് മൊയിലിയരുടെ വകയാണ്. അതുകൊണ്ടൊന്നും മഴ പെയ്യും. മഴ പെയ്യണമെങ്കിൽ അള്ളാഹിനോട് ചോദിക്കണം. മഴയ്ക്ക് വേണ്ടി നിസ്കാരം വെച്ചിട്ടുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. ദുആ ചെയ്യണം, അള്ളാഹിനോട് പ്രാർത്ഥിക്കണം. കുത്തുബിയത്ത് എല്ലിയിട്ട് കാര്യമില്ല, കുത്തുബിയത്തൊക്കെ അതിനുണ്ടാക്കിയതാണ്. ഈ കുത്തുബിയത്ത് കണ്ടുപിടിച്ചത് ഉണ്ടാക്കിയത് തന്നെ വരൾച്ച ഉണ്ടാവുമ്പോ ചെല്ലാൻ വേണ്ടിട്ട്. അതിലൊരു വരിയുണ്ട്, യാ കുത്തുബാഹിലിസ്സമാ വൽ അർളി ഗൗസഹുമാ യാ ഫൈള ഐനൈ വജൂദിഹിം വഗൈസിഹിമാ. വളാഞ്ചേരി ബുക്ക് സ്റ്റാളിൽ കിട്ടും. ഒരു കുത്തുബിയത്തിന്റെ പരിഭാഷ വാങ്ങിയിട്ട് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. ഞാനത് മനസ്സിലാക്കിയത് അത് ആലങ്കാരികമായുള്ള പ്രയോഗമായിരിക്കാമെന്ന്. പക്ഷെ മലയാളത്തിൽ, പച്ച മലയാളത്തിൽ കൊടുത്തിക്കണത് ആകാശത്തുനിന്നും ഭൂമിയിൽ നിന്നൊക്കെ വെള്ളം ഉണ്ടാക്കുന്ന, മഴ പെയ്യിപ്പിക്കുന്ന മൊയ്യദി ശൈഖേ, ഞങ്ങൾക്ക് മഴ പെയ്യിപ്പിക്കണേന്നാണ്. മൊയ്യദി ശൈഖിനോടാ ചോദിക്കുന്നത്. അതുപോലെ യാറത്തുകളും ഉലു തോന്നുന്ന ആൾക്കാരുണ്ട്, കിട്ടൂല. ശിർക്ക് ചെയ്യരുത്. അതുകൊണ്ട് വെള്ളം അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കുക. ഉപയോഗിക്കുന്നിടത്ത് സൂക്ഷ്മത പാലിക്കുക. വെള്ളമില്ലെങ്കിൽ അള്ളാഹിനോട് പറയുക, നമ്മൾ നന്നാവുക. നല്ല മഴ പെയ്യിപ്പിക്കാൻ അള്ളാഹിനോട് പ്രാർത്ഥിക്കുക. മഴ ഒരിക്കലും ഒരു തടസ്സമാവരുത്. ജുമഅക്ക് പോകാനോ പള്ളിയിൽ പോകാനോ തടസ്സം. ഇളവുകളൊക്കെ സ്വീകരിക്കാം. മഴ പെയ്താൻ വിധങ്ങൾ ജമ്മു കസ്റായി നിസ്കരിക്കാറുണ്ട്, അതൊക്കെ ചെയ്യാറുണ്ട്. ഇളവുകളൊക്കെ സ്വീകരിക്കാം. ഒരിക്കലും മഴയെ ശപിക്കുകയോ അതൊരു എന്താ പറയാ മോശമായ മഴ എന്നോ അല്ലെങ്കിൽ മഴക്കെടുതി എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കേണ്ട കാര്യമല്ല. നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു അനുഗ്രഹമാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസല്ലി വസല്ലിം അലാ ഖാതിമിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ബഹുമാന്യരെ, ഏതൊരു സന്ദർഭത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ ഏകത്വവും തൗഹീദും പഠിപ്പിക്കും. ഹുദൈബിയ നടക്കുന്ന സമയത്ത് രാവിലെ സുബഹിന്റെ ശേഷം ഒരു മഴ പെയ്തു. എല്ലാവരും നിസ്കാരം അങ്ങനെ കഴിഞ്ഞ് നിബിത്തങ്ങള് എല്ലാരും കൂട്ടിയിരുന്നു. നിസ്കാരം കഴിഞ്ഞാൽ തിരിഞ്ഞിരുന്ന് കുറച്ചേരം സംസാരിക്കും നിബിത്തങ്ങൾ, ആളുകൾ പഠിപ്പിക്കും. നബി ചോദിച്ചു, നിങ്ങളുടെ റബ്ബ് ഈ മഴയെപ്പറ്റി എന്ത് പറഞ്ഞു നിങ്ങൾക്കറിയോ? ഇപ്പൊ പെയ്ത മഴയെപ്പറ്റി റബ്ബ് എന്ത് പറഞ്ഞു നിങ്ങൾക്കറിയോ? അള്ളാഹ് റസൂൽ വഹി കൊടുത്തതാണ്. അവര് പറഞ്ഞു അറിയില്ല. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, ഈ ഒരു മഴ പെയ്തപ്പോ കുറെ കാഫിരീങ്ങൾ ഉണ്ടായിട്ടുണ്ട്, കുറെ മുഅ്മിനീങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആലോചിച്ചു നോക്കണം, ആരോടെ ഈ പറയുന്ന? സഹാബികളോടാണ്. ഈ മഴ പെയ്തപ്പോ കുറെ കാഫിരീങ്ങൾ ഉണ്ടായിട്ടുണ്ട്, കുറെ മുഅ്മിനീങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സഹാബികൾ അത്ഭുതം വിട്ട് ചോദിച്ചു. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും മുത്തിർനാ ബി ഫദ്ലില്ലാഹി വറഹ്മത്തിഹി എന്ന് പറഞ്ഞാൽ അവൻ മുഅ്മിനുൻ ബി, അല്ലാഹ് പറയാം, മുഅ്മിനുൻ ബി വ കാഫിറുൻ ബിൽ കൗകബ്, അവൻ എന്നിൽ വിശ്വസിച്ചവനാണ്,
നക്ഷത്രങ്ങളിൽ ഞാറ്റുവേലകളിൽ അവിശ്വസിച്ചവനാകുന്നു. എന്നാലോ ഒരാള് പറയാം ഇന്ന ഞാറ്റുവേല കാരണമാണ്, ഇന്ന നക്ഷത്രം കാരണമാണ് മഴ പെയ്തത് എന്ന് പറഞ്ഞാൽ അവൻ യഥാർത്ഥത്തിൽ എന്നിൽ അവിശ്വസിക്കുകയും നക്ഷത്രത്തിൽ വിശ്വസിക്കുകയും ചെയ്തവനാകുന്നു. അത് പഠിപ്പിച്ചു കൊടുക്കുക ഒരു തൗഹീദ്. മഴ ഒരിക്കലും പ്രതിഭാസങ്ങളല്ല, അള്ളാഹു നമുക്ക് നൽകുന്ന വലിയ അനുഗ്രഹമാണ്. ഒരു നക്ഷത്രം നീങ്ങിയത് കൊണ്ടോ ഞാറ്റുവേല മാറിയത് കൊണ്ടോ ഇതൊക്കെ കർഷകര് വളരെ സൂക്ഷ്മമായി ഉപയോഗിക്കേണ്ടതാണ്. നമ്മൾ പറയും ഇന്നിപ്പോ തിരുവാതിര ഞാറ്റുവേലയാണ്, തിരുവാതിരക്ക് തിരുമുറിയാതെ എന്നൊക്കെ പറഞ്ഞ ഞാറ്റുവേലകളുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ പറയാറുണ്ട്. നമ്മുടെ വിശ്വാസം അങ്ങനായി മാറിയുണ്ട് ചില പറച്ചിലൊക്കെ. യഥാർത്ഥത്തിൽ അതല്ല, അതൊക്കെ ചില രാശിമണ്ഡലങ്ങളാണ്. അതുണ്ട്. പിന്നെ എന്താ പറഞ്ഞത്, ആകാശത്ത് രാശിമണ്ഡലങ്ങളുണ്ട്. കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം ഒക്കെ രാശിമണ്ഡലങ്ങളാണ്. അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാം, അതിന്റെ ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. പക്ഷെ അതാണ് ലോകം നിയന്ത്രിക്കരുതെന്ന് പറയാൻ പാടില്ല. ഞാറ്റുവേല കൊണ്ടാണ് ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ്. ഇപ്പൊ അങ്ങനെ ആവൂലല്ലോ കാലാവസ്ഥ. അപ്പൊ ഞാറ്റുവേലകൾ കൊണ്ടാണ്, ഇന്ന നക്ഷത്രങ്ങൾ കൊണ്ടാണ്, ഗ്രഹപ്പിഴകൾ കൊണ്ടാണ്. ഗ്രഹപ്പിഴ ഓരോ ഗ്രഹത്തിന്റെ മാറ്റങ്ങൾ കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് വിശ്വസിച്ചാൽ അവൻ അള്ളാഹുവിൽ അവിശ്വസിച്ചു, ഇവയിലാണ് വിശ്വസിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഏത് മഴ പെയ്യുമ്പോഴും നമ്മൾ അള്ളാഹനെ തവക്കുലാക്കണം. അള്ളാഹു തആല അതിലുള്ള ഖൈറൊക്കെ കാറ്റടിക്കുമ്പോൾ നബി ചോദിക്കും, ഈ കാറ്റിലുള്ള എല്ലാ ഖൈറും എനിക്ക് തരണം, ഇതിലുള്ള എല്ലാ ഷെറും എനിക്ക് ഞാൻ നിന്നോട് അഭയം തേടുന്നു എന്നൊക്കെ പറയും. അപ്പൊ മഴ പെയ്യുമ്പോഴൊക്കെ പ്രാർത്ഥിക്കാണ് വേണ്ടത്, കാറ്റടിക്കുമ്പോൾ പ്രാർത്ഥിക്കാണ് വേണ്ടത്. നാശനഷ്ടങ്ങളില്ലാതെ ഒരു പ്രളയം വരാതിരിക്കാൻ, നമ്മൾ കഷ്ടപ്പെടാതിരിക്കാൻ, നമ്മുടെ നാട് കഷ്ടപ്പെടാതിരിക്കാൻ, രാജ്യം കഷ്ടപ്പെടാതിരിക്കാനൊക്കെയുള്ള പ്രാർത്ഥനകളിൽ മുഴുകിയിട്ടായിരിക്കണം ഒരു വർഷക്കാലത്തെ നമ്മൾ സ്വീകരിക്കേണ്ടത് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الدين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم آت أنفسنا تقواها وزكها أنت خير من زكاها أنت وليها مولاها يا رب العالمين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.